വരാൽ കൃഷി ലാഭകരമാണോ? ബ്രോ, മച്ചാനെ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നമ്മളെ ഈ വണ്ടി ഇവിടെ ഉണ്ട്. ഈ വണ്ടിനെ തൊട്ട് ഞാൻ പറയട്ടെ, വരാൽ കൃഷി ലാഭകരമാണ്. എങ്ങനെ അറിയോ? നിങ്ങൾ ഈ കമ്പനിയുടെ തീറ്റ മാത്രം കൊടുത്തിട്ട് പല കമ്പനികളും ഇന്ന് കേരളത്തിൽ ഈ കച്ചവടം ചെയ്യണത്, വരാലിൻ്റെ തീറ്റ എന്ന് പറഞ്ഞ കച്ചവടം ചെയ്യണത് അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഇടനിലക്കാരുടെ ലാഭം. അല്ലാതെ കർഷകർക്ക് ഒരു ലാഭകരമായിട്ടുള്ള ഒരു തേങ്ങയും ഒരു കമ്പനിയും ചെയ്യണില്ല. തീറ്റക്കൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ കമ്പനി തീറ്റകൾ മാത്രം കൊടുത്തിട്ട് നിങ്ങൾ വരാൽ കൃഷി നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടത്തിലേക്കേ പോവുള്ളൂ. കാരണം പല പ്രശ്നങ്ങളുണ്ട് അതിൽ. തീറ്റ കൊടുക്കുന്ന രീതി, നിങ്ങൾ അവിടെയുള്ള വെള്ളം, പിന്നെ ഈ ഫാമുകാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെയും കുറ്റം പറയല്ല, വെറുതെ തള്ളി വിടുകയാണ്. അതായത് ഒരു ചെറിയ കുളത്തിൽ 5000 മീനട 2000 മീനട എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പാവങ്ങൾ കഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയാം, ഓരോ കുളത്തിനും അളവിൽ കൂടുതൽ മീനുകൾ ഇട്ട് കഴിഞ്ഞാൽ വളർച്ച ഉണ്ടാവില്ല. അതിൽ നിങ്ങൾ എത്ര തീറ്റ കൊടുത്താലും വളർച്ച ഉണ്ടാവില്ല. ഉപ്പുവെള്ളം ഉള്ളതാണെന്നുണ്ടെങ്കിൽ വളർച്ചയ്ക്ക് പ്രശ്നം വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാലിൻ്റെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ കൊണ്ടുപോയിട്ട് ഒരു ബിസിനസ്സിൽ വിടണ്ട. ഞാൻ ഇപ്പോൾ എന്നോട് ചോദിക്കുന്ന ആളുകളോട് പറയും, ഒരു കുളത്തിൽ നമുക്ക് ഒരുപാട് മീനിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളർച്ച കിട്ടില്ല എന്നുള്ളത്. അവരോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മീൻ ഇടാന്നൊക്കെ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. തീറ്റ, ഈ കമ്പനി തീറ്റ തേങ്ങയും വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളർച്ചയൊക്കെ കിട്ടും. പക്ഷേ എന്താ വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു വരുമാനം നിങ്ങൾക്ക് ചിലപ്പോൾ അതൊന്നും കിട്ടണമെന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് തീറ്റകൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ എൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാതെ ഈ കമ്പനി തീറ്റ മാത്രം കൊടുത്തിട്ട് നിങ്ങൾക്ക് വരാലിനെ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ വരാൽ കൃഷി നല്ല ലാഭകരമായിട്ട് ചെയ്യാനും പറ്റും. നല്ല കുഞ്ഞുങ്ങൾ ഇറക്കുക. നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ അതുപോലെ എന്നോട് മാത്രം ചോദിക്കണമെന്നില്ല, നിങ്ങൾ എല്ലാവരോടും ചോദിച്ചു. അറിവ് എന്ന് പറഞ്ഞാൽ ആരോട്, ഏത് മണ്ടനോട് ചോദിച്ചാലും അവൻ്റെ അടുത്ത് ഒരു അറിവുണ്ടെന്നുണ്ടെങ്കിൽ, അത് നല്ല അറിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ വരാൽ കൃഷി ലാഭകരമാണ്. പക്ഷേ കൃത്യമായിട്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് പ്ലാനിങ്ങോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കിട്ടും. ലക്ഷങ്ങൾ സമ്പാദിക്കാം. ഓപ്പണായിട്ട് പറയാം. അല്ല എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ പോവുകയും ചെയ്യും കേട്ടോ. അത് പോയ ആളുകളും കിട്ടിയ ആളുകളും ഉണ്ടാവും. അതാണ് വരാൽ കൃഷി. അപ്പോൾ നമ്മൾ വെറുതെ കച്ചവടം ചെയ്തിട്ടൊന്നും കാര്യമില്ല. നിങ്ങളതിൻ്റെ ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്യും. നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റും.